ഒരു 13 പേരെ ഇപ്പോൾ. അതിൽ 7 മുട്ടന്മാരുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് 7 മുട്ടന്മാർ. പിന്നെ ബാക്കി പെണ്ണാടുകൾ എല്ലാം ഒരുമാതിരി ഒറിജിനലും ഉണ്ട്, ഒറിജിനൽ ബ്രീഡും ഉണ്ട്, ക്രോസ് ബ്രീഡും ഉണ്ട്. അതിന് നാടനില്ല. ഹൈദരാബാദി പെൺകുട്ടിയാണ്. ഇത് പ്രസവിച്ചാണ്. ഇതിൻ്റെ കുട്ടി കാട്ടിക്കുട്ടി. അത് 3 മാസമായി. അത് 3 മാസമായി. പിന്നെ ഇവള് വേറെ ക്രോസ് ബ്രീഡാണ്. പക്ഷേ ഇത് ക്രോസ് ബ്രീഡാണ് കേട്ടോ, ഒറിജിനൽ ബ്രീഡല്ല. ഒരു ക്രോസ് ബ്രീഡാണ്. പിന്നെ ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഇവള് പ്രസവിച്ചിട്ട് 1 മാസം. ആൺകുട്ടി, ഒരു ആൺകുട്ടി, ഒറ്റ കുട്ടിയുള്ള കേട്ടോ. ആദ്യത്തെ പ്രസവമാണ്. പാല് നല്ല പാലാണ്. ഇത് കേട്ടാ കോത്താപൂരി ക്രോസ്. ഇത് തോത്താപുരി ക്രോസ്. ഇത് JP അല്ലേന്ന് വെച്ച് നമുക്ക് ഇത്, കാരണം ഇതിൽ കമ്പക്കാർ വരുമ്പോഴാണ് ഇതിന്. കാരണം ഇതിൻ്റെ ഹൈറ്റും വെയിറ്റും ചെവി കൊണ്ടോ അത് ഇതൊക്കെ നോക്കിയിട്ടാണ് എടുക്കും. പിന്നെ ഒറിജിനൽ ബ്രീഡുണ്ട്. ഇത് തോത്താപൂരി ടൈഗർ പ്രിന്റ് ഒറിജിനലാണ്. ക്രോസ് ഒന്നുമില്ല, ഒറിജിനൽ ബ്രീഡ്. തിരിവ് എടുത്തോണം കേട്ടോ. പണി കിട്ടും. ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇറക്കിയാൽ പിന്നെ കയറ്റാനേ. ബാ എടുത്താ കിട്ടിയാ നല്ല ക്രോസിങ് ടെൻഡൻസിയാണ്. അതേപോലെ ആടുകൾ വരികയും വേണം. ചെറിയ ആടുകളെ കൊണ്ടൊന്നും അവനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ട തോത്താപുരി ക്രോസ്. അയ്യോ, കൊമ്പ് തട്ടാൻ തുടങ്ങി. കൊമ്പ് കട്ടിങ്ങിനായി. കട്ട് ചെയ്യണം. മാർക്കറ്റ് വില നമുക്ക് പറയാം. മാർക്കറ്റ് കയറി ഇറങ്ങി നിൽക്കും. അതിലൊരു മാർക്കറ്റ് വില പറയാൻ പറ്റാത്ത അവസ്ഥ. ഇത് കയറി ഇറങ്ങി ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതിനുള്ള കമ്പക്കാർ വന്നെങ്കിലേ ഉള്ള അതിൻ്റേതായുള്ള, അല്ലാതെ നാടനാടുകളെ കൂട്ടല്ല. ഇതിൻ്റെ കമ്പക്കാർ വന്നാൽ അതിന് അതിൻ്റേതായുള്ള വില. നമുക്കൊരു മാർക്കറ്റ് വില കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുകയല്ല, നമ്മൾ ക്രോസിങ്ങായിട്ട് ഇങ്ങനെ നിർത്തിയേക്കുക, അല്ലാതെ നമ്മൾ കൊടുക്കില്ല. ഇത് ഹൈദരാബാദിയാണ്. ഹൈദരാബാദി ഇവിടെ തന്നെ മുട്ടുണ്ട്. അവനെ കൊണ്ട് തന്നെ ചവിട്ടിയത്. ഇവിടെ ഹൈദരാബാദി ഒറിജിനൽ മുട്ടുണ്ട് നിൽപ്പുണ്ട്. അവനെ കൊണ്ട് തന്നെ ചവിടിച്ചതാണ്. നല്ല ഒരൊറ്റ ഫസ്റ്റ് പ്രസവമാണ്. ഒറ്റ കുട്ടി, ഒരു മുട്ടൻകുട്ടിയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ കുട്ടി കേട്ടോ. മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടിയിട്ട് കമ്പിക്കൂടായിരുന്നു. ഗ്രില്ല് പൊട്ടിച്ചിട്ട് കമ്പി അവൻ്റെ കാലുമേക്കുണ്ട്. അതിനിപ്പം മരുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് അതാണ് കൂട്ടുമ്പോൾ ഇപ്പോൾ വലുതായിട്ട് ഇറക്കാത്തത്. അതൊക്കെ ഞാൻ മുറിവ് ഉണങ്ങി വരുന്നേ ഉള്ളൂ. അതാണ് കൂട്ടി നടക്കാൻ നേരത്ത്. കാരണം കമ്പിക്കൂടായിരുന്നു. കമ്പിക്കൂടിയിൽ നിന്ന് ഇടി കൂടിയിട്ട് കമ്പി കാലുമേക്കുന്നു. നമ്മൾ ഓസ്ലോയുടെ ഇവൻ്റുകാരോടെ പോകുന്നുണ്ട്. അതായത് സിദ്ദീഖാണ് എൻ്റെ മുതലാളി. അവരുടെ കൂടെയാണ് നമ്മൾ വർക്കിന് ഇങ്ങനെ അവരുടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ അവിടുന്ന് വത്തക്കാത്തോട് പൈനാപ്പിൾ ജ്യൂസ് അടിക്കുന്ന ഇതെല്ലാം നല്ല ഫ്രഷായിട്ട് കിട്ടും. ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ അവരോട് പണി കണ്ടാണ് നമ്മൾ നിന്ന് പോകുന്നത്. ഇത് മാത്രമല്ല നമ്മളെ വരുമാനം. അടവ് സന്തോഷം. ഇപ്പോൾ ഇന്നലെയും കൊണ്ടുവന്ന് വെച്ചേക്കുക. ഇനി നമ്മളെ തീറ്റകൾ നിങ്ങൾക്ക് എന്നെ അലിഞ്ഞെടുത്ത് നിങ്ങളുള്ളത്. കടലത്തോട്, കടലയുടെ തോടാണ്. തേങ്ങാപ്പിണ്ണാക്ക്, പിന്നെ കടല. ഇത് തനി കടലയാണ്. ഇതൊക്കെ കടല കണ്ട. ഇത് നമ്മൾ വേവിച്ച് കൊടുക്കും. ഈ സാധനം ഇത്ര ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കടല നന്നായിട്ടുള്ള കാരണം ഇത് വേവിച്ച് കൊടുക്കണം. മറ്റേ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതെ സപ്ലിമെൻറ്റ് അവർ കൊടുക്കാനുള്ള കാൽസ്യം, ഇത് സപ്ലിമെൻറ്റ്. ഇത് അവർക്ക് ലിവർ ടോണിക്ക്, എല്ലാ സാധനങ്ങളും നമ്മൾ അവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഇങ്ങനെ കൊണ്ടുപോകും.
ഇതൊക്കെ തേങ്ങാപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, തവിട്, പിന്നെ കടലത്തൊണ്ട്, ഇതെല്ലാം കൂടെ ചെറു ചൂടുവെള്ളത്തിടും. പിന്നെ കടല കൂടുതലുള്ളത് മാത്രം നമ്മൾ വേവിക്കും. പിന്നെ കൊള്ളി നമ്മൾ കൊടുക്കാറില്ല കേട്ടോ. കൊള്ളി എന്ന് പറഞ്ഞ സാധനം കൊടുക്കാറില്ല. ബാക്കിയെല്ലാം കൂടെ മിക്സിങ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും. പിന്നെ കടല കൂടുതലുള്ളത് അത് വേവിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഡെയിലി ഇല്ല, ഇടയ്ക്ക് പച്ചരിയുടെ അരി ഇത് വേവിച്ച് ഇതിനോട് മിക്സ് ചെയ്യും. വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ കണക്കോ കാര്യങ്ങളോ വരുമാനം ഞാൻ നോക്കാറില്ല. എനിക്ക് അവരെ താല്പര്യമാണ്. അവരെ വരുമാനം എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ കണക്കോ കാര്യങ്ങളോ. കാരണം അവർക്ക് വയറിറച്ച് ഫുഡ് കൊടുക്കുക. പിന്നെ ക്രോസിങ്ങിന് ആൾക്കാർ വന്നാൽ, ഇപ്പോൾ ഡെയിലി ഒന്നുമില്ല, വല്ലപ്പോഴും ഒന്ന് വന്നു പോകുന്നേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറവായി. പിന്നെ വെച്ചാൽ ഒരുമാതിരി തീരെ ചെറിയ ആടുകളെ കൊണ്ടുവന്നാൽ നമ്മളെ ആടുകൾ ചവിട്ടിക്കാനും പാടാണ്. ക്രോസിങ് ഇപ്പോൾ വളരെ ആടുകളൊക്കെ എല്ലായിടത്തും കുറയാൻ തുടങ്ങി, കണ്ടമാനം കുറയാൻ തുടങ്ങി. ആട് വളർത്തുന്ന ഇതിൽ വന്നിട്ട് ഒരു 12 വർഷത്തോളമായി. പക്ഷേ ഈ 12 വർഷത്തോളം കയറി വന്നതും നിർത്താൻ തുടങ്ങിയതിൽ ഒരു 7 വർഷമൊക്കെ ആയിട്ടുള്ളൂ. കാര്യം മുന്നേതൊക്കെ 1, 2 ആടുകൾ, 4 ആടുകൾ, 3 ആടുകൾ, 2 ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പം മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ പിന്നെ പുറത്തുനിന്നുള്ള ആടുകളെ എടുക്കില്ലല്ലോ ഒന്നുമില്ല. നമ്മളിവിടെ തന്നെ മാക്സിമം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്രയ്ക്ക് ഇതായി കഴിഞ്ഞാൽ നമ്മൾ നല്ല ആടുകളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പുറത്തെ ഓടിയുന്ന സാധനത്തെ എടുക്കാറില്ല. നമ്മളിപ്പോൾ നല്ല ആടുകളെ കണ്ടാൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോയി നോക്കുക, പിന്നീട് എടുക്കും. പെരകളിൽ നിൽക്കുന്ന ആടാണെങ്കിൽ എടുക്കും. നല്ല മുട്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുവരും. അന്ന് സ്ഥിരം അങ്ങനെ കൊണ്ടുവരും. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന മുട്ടന്മാരിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ പുറത്തുനിന്ന് എടുത്തത്. ബാക്കിയെല്ലാം നമ്മളെ ഇവിടെയുള്ള ചെറിയ മക്കൾ വളർന്ന് എല്ലാ ലെവലായാണ് പ്രസവിച്ച്. ഇപ്പം എന്താ ഇനി വളർന്നു വരുന്ന മുട്ടന്മാരും പെൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായവരാണ്. അവരൊക്കെ ഇവിടെ ഇനി വളർന്നു വരുമ്പോഴത്തേക്കിനും മറ്റവർക്ക് പ്രായമാകുമ്പോഴത്തേനും നമ്മൾ അതിനെ കൊണ്ട് മാറ്റി ഇവരെ ഇങ്ങനെ നിർത്തി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കളെ കാണുന്നതിനെക്കാട്ടി കാര്യമായിട്ടാണ് ആടുകളെ കാണുന്നത്. കാരണം അവരില്ലെങ്കിൽ നമുക്ക് പറ്റിയാലോ. അവരെ കാണുന്നത് വെച്ചാൽ അവരെ നമ്മൾ ഒന്നിനും ഒരു ഇതിലും അവരെ ഒരു കാര്യത്തിൽ ഞാൻ കണക്കോ കാര്യങ്ങളോ ഒന്നും നോക്കാറുമില്ല. ലാഭമോ നഷ്ടമോ അതൊന്നുമല്ല. എനിക്കവരെ താല്പര്യമാണ്. പിന്നെ എൻ്റെ കുടുംബത്തിന് ഭയങ്കര താല്പര്യമായിട്ട്, എൻ്റെ മോനായാലും താല്പര്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ തീറ്റയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇറക്കി വെച്ച് കൊണ്ടുവന്ന് ഇലയെല്ലാം ഒപ്പിച്ച് കൊടുക്കുന്നത് എടുക്കുന്നതൊക്കെ എൻ്റെ മോനും എൻ്റെ വൈഫുമാണ്. നമ്മളിവിടെ എത്തിച്ചു കൊടുത്താൽ അവർക്ക് വയറ് നിറച്ചും വെള്ളം നിറച്ചും കൊടുക്കും. അതാണ്. പിന്നെ ഈ കടലത്തൊണ്ട് ഇതെല്ലാം ഇടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ മറ്റേ കൈത്തീറ്റ ലേശം കുറവായാലും ഒരു ഒരിക്കലും വയറ് പട്ടിണി ഉണ്ടാക്കിയത്. അതാണ് ഈ കടലത്തൊണ്ട്, തേങ്ങാപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, അതേകൂടെ തന്നെ കടല വേവിച്ചത് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. പിന്നിപ്പം ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പിണ്ണാക്കിനെക്കാട്ടി വില കുറവാണ് കപ്പലണ്ടി പിണ്ണാക്ക്. എന്ന് വെച്ചാൽ ഞങ്ങൾ തേങ്ങാപ്പിണ്ണാക്കിടായിരിക്കാൻ പറ്റിയല്ലോ, ഇട്ട് കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ അത് കാരണം ചാക്ക് ഇറക്കി വെച്ചേക്കുന്നത്. അത് എനിക്ക് 30 രൂപ വെച്ചുള്ള ചാക്കിൽ നല്ല പിണ്ണാക്കാണ് കിട്ടിയത്. പിന്നെ കോഴിക്കോടനിപ്പോൾ പലയിടത്ത് പല റേറ്റാണ്. 48 മേടിക്കുന്നവരുണ്ട്, 50 മേടിക്കുന്നവർ, 55 മേടിക്കുന്നവരുണ്ട് കോഴിക്കോടൻ പിണ്ണാക്കിന്. പക്ഷേ പിണ്ണാക്കിനിപ്പോൾ നല്ല ടൈറ്റിങ്ങാണ്. തേങ്ങ ഇനിയിപ്പോൾ വില കുറഞ്ഞ് വരുമ്പോൾ ശരിയാവുമായിരിക്കും നല്ല കണക്ക്. കൂടിയാലും കുറഞ്ഞാലും നമ്മൾ വാങ്ങിക്കൊടുക്കും, അത് വേറെ കാര്യം. ചില പണ്ടൊക്കെ ഒരു പ്രാവിൽ കയറുമ്പോൾ 300 കൊടുത്താൽ മതി. ഇപ്പോൾ 500, 700, 1000 വരെ കൊടുക്കേണ്ടി വരും. ലാവിനനുസരിച്ച് അപ്പോൾ വില. പക്ഷെ എന്നാലും നമ്മൾ ഇല ഇറക്കും. ഇലയ്ക്ക് അവർക്ക് ഒരു പഞ്ഞം വരും. പിന്നെ പുല്ല് തിന്നും. ഇപ്പോൾ ഇടയ്ക്ക് ഇല പറ്റ ഷോട്ട് വന്നാൽ പുല്ല് വെട്ടിപ്പോരും. എന്നാലും നമ്മൾ ഇറക്കാതിരിക്കില്ല. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറക്കും. ഇപ്പോൾ ഈ മഴ സമയത്താണ് ഇല കൂടുതൽ ഇറക്കിയിടാൻ പറ്റിയല്ല. ഇറക്കിയിട്ട് കഴിഞ്ഞാൽ മൊത്തവും അട്ടിയിട്ട് വെച്ചാൽ പോകും. പിന്നെ തൂക്കിയിടാനുള്ള സൗകര്യം നമുക്ക് കുറവാണ്. എന്നാലും നമ്മൾ മാക്സിമം ഇറക്കും. പിന്നെ പുതിയ കൂടും ഇതൊക്കെ നന്നാക്കി സെറ്റാക്കണം. കാരണം മുട്ടന്മാരെ നിർത്താൻ അതേപോലത്തെ കൂട് വേണം. കാരണം മുട്ടന്മാരെല്ലാവരും നിർത്തുന്ന പോലെ ഈ കയറ് കെട്ടി നിർത്താൻ എനിക്ക് താല്പര്യമില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ കയറ് കെട്ടി നിർത്തുന്നില്ല. കൂട്ടിനകത്ത് കയറ് കെട്ടിയിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. മനുഷ്യരാണ് കൂട്ടിൽ അവർ ഫ്രീ ആയിട്ട് നടക്കണം, കയറ് കെട്ടുമ്പോൾ കാണില്ല. അതാണ് എൻ്റെ താല്പര്യം. എന്നാലും അതേപോലത്തെ കൂട് വേണം. അപ്പുറം ഇപ്പുറം മുട്ടന്മാർ വരുമ്പം അല്ലെങ്കിൽ ഇടിച്ച് വരുത്തും തിമിർക്കും. എന്നാലും കൂടിന് അത്ര സ്ട്രോങ് ആയിരിക്കണം. അതാണ് നമ്മൾ നോക്കുന്നത്. കാരണം രാവിലെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കയറിടും. പുറത്ത് എന്നാലും വിടാൻ പറ്റിയല്ലോ. നമ്മൾ പുറത്തിറക്കുമ്പോൾ കയറിടുമ്പോൾ ഇവർ കൂട്ടി നിൽക്കുന്നത് നല്ല ഫ്രീ ആയിട്ട് നിൽക്കണം. അതാണ് എൻ്റെ താല്പര്യം. അതാണ് ഞാൻ അങ്ങനെയാണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. എൻ്റെ കൂടൊക്കെ കുറേയൊക്കെ ഇടിച്ച് തിമിർത്ത് കഴിഞ്ഞ് അടുത്ത പണിയെടുക്കാതായി. കൂടൊക്കെ കൊല്ലം ഇവർ കൂടിന് പണി തന്നുകൊണ്ടേയിരിക്കും.
സാമ്പത്തികം നോക്കിയാൽ സത്യം പറഞ്ഞാൽ സാമ്പത്തികം നല്ല പ്രോബ്ലത്തിലാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മളെ ഈ ഒരു വണ്ടി ഓടിയിട്ട് വേണം ഇതിന് വാടക കൊടുക്കണം, കറണ്ട് ബില്ലടയ്ക്കണം, വാട്ടർ ബില്ലടയ്ക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവരെ നോക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഇതേവരെ ഒരു അതായത് കാര്യങ്ങളെല്ലാം ഓടിപ്പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ സമ്പാദ്യങ്ങളൊന്നുമില്ല, എന്നാലും കാര്യങ്ങൾ അത് മതി, അതിൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ ഒരു ദിവസം പോകുന്ന അറിയാലോ, നേരം വെളുത്താൽ വൈകുന്നേരം വരെ നമ്മളൊക്കെ ചിലപ്പോൾ ഒരു ദിവസം പോകാൻ കഷ്ടപ്പെടും. പക്ഷേ ഇവരെ വളർത്തുമ്പോൾ നമ്മളൊരു ദിവസം പോകാൻ കഷ്ടപ്പെടില്ല. അല്ലേ ഞാൻ ഈ ചുള്ളിയൊക്കെ ഞാൻ വണ്ടി വിളിച്ച് തന്നെ ഓരോരുത്തരത്ത് കൊണ്ട് കൊടുക്കുക. കാരണം ഇത് നമ്മൾ ചെറിയൊരു റൂമിങ്ങിന് അടുത്തേക്ക് ഇത് കൂടുതലായി കാരണം ഒരേ ആകുമ്പോഴത്തേക്കിന് ഒരു വണ്ടിക്കാകുമ്പോഴത്തേക്കിന് വണ്ടി വിളിക്കുക, നമ്മളെ കയ്യിൽ നിന്ന് പൈസ മുടക്കുക, നമ്മളെവിടെ കൊണ്ട് എവിടെയെങ്കിലും ഇറക്കി കൊടുക്കുക. ഇതാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത്. അതെല്ലാം ഒഴിവാക്കി കൊടുക്കണം. കത്തിച്ച് കഴിഞ്ഞാൽ പറയും കത്തിക്കുന്ന പുക വരുമ്പം അയൽപക്കക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ കത്തിക്കാനുള്ള സൗകര്യമില്ല. ഇവന് വലിയ കാര്യമാണ് കേട്ടോ. ഇവനുള്ള കാര്യം കുഴപ്പമൊന്നും ചില കറക്റ്റ് തീറ്റ കൊടുക്കുമ്പോൾ മറ്റവർക്ക് വെള്ളം കൊടുത്തിട്ട് ഇങ്ങോട്ട് അവന് കൊടുക്കുക ഒരു 2 മിനിറ്റ് ആവശ്യം അവൻ്റെ സ്വഭാവം മാറും. ഇല്ലേ അവന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, മുട്ടന്മാരെയൊക്കെ ഇറക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു മണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ പണ്ടുള്ളവർ പറഞ്ഞില്ലേ പോത്താവണം നമ്മൾ പോത്താവണം, എങ്കിലേ പോത്താവും. മിണ്ടാപ്രാണികളെ നോക്കുമ്പോൾ നമ്മളെ ഈ കുളിച്ച് സ്പ്രേ അടിച്ച് നടന്നിട്ട് കാര്യമില്ല. അവരെ തലോടിയും കുളിപ്പിച്ചും കൊണ്ടും ഒക്കെ നടക്കണം, അല്ലാതെ നടക്കുകയില്ല. അല്ലാതെ നമ്മൾ ടിപ്പ് ടോപ്പിൽ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇവരെ എന്നാലും നമ്മൾ തൊടാതെ എടുക്കാതെയും പോവുകയാണ്. നമ്മൾ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇറങ്ങി രാവിലെ ഇറങ്ങി ഇവരെ കാര്യങ്ങളാണ് നോക്കുന്നത് മെയിനായിട്ട്.